ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചമവേദമായ മഹാഭാരതത്തിൻ്റെ ഹൃദയമാണ് സർവവേദാന്ത സാരമായ ഭഗവത്ഗീത. മഹാഭാരതത്തിൽ ഭീഷ്മപർവം 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളിലായി 701 ശ്ലോകങ്ങളിലൂടെ ഭഗവത്ഗീത ശ്രീ വേദവ്യാസ മഹർഷി ആഖ്യാനം ചെയ്യുന്നു. ഇതിലെ ഓരോ പദവും ഓരോ ശ്ലോകവും ചെപ്പിലടച്ചു വെച്ച അമൂല്യമായ രത്നങ്ങളാണ്. പാർത്ഥസാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥനു നൽകിയ തത്വോപദേശങ്ങളാണിവ. അഥവാ നാരായണൻ നരനെ നരവംശത്തിന് നൽകിയ വിലമതിക്കാനാവാത്ത മാർഗദർശനങ്ങളാണിവ. മഹാഭാരത യുദ്ധ പശ്ചാത്തലത്തിലാണ് ഭഗവത്ഗീത ഉദ്ബോധിപ്പിക്കപ്പെടുന്നത്. ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമെന്ന് കരുതുന്നവരുണ്ട്, തത്വശാസ്ത്രമെന്ന് ഉദ്ഘോഷിക്കുന്നവരുണ്ട്, ധർമ്മശാസ്ത്രമെന്ന് പറയുന്നവരുണ്ട്, ബ്രഹ്മവിദ്യയെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഗീത ഇതെല്ലാമാണ് എന്ന് പറയുന്നതാണ് ശരി. ജീവിതത്തിലെ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്കും ഭഗവാൻ ഭഗവത്ഗീതയിൽ പരിഹാരം നിർദ്ദേശിക്കുന്നു. ഭക്തി, ജ്ഞാന, കർമ്മയോഗങ്ങളെ ഇതിൽ സമ്യക്കായി സുന്ദരമായി സമന്വയിപ്പിച്ചിരിക്കുന്നു. കൗരവന്മാർ മനുഷ്യ മനസ്സിലെ ദുർവാസനകളെ പ്രതിനിധാനം ചെയ്യുന്നു, പാണ്ഡവന്മാർ സദ്വാസനകളെയും. വിരുദ്ധ ശക്തികൾ തമ്മിൽ എപ്പോഴും വടംവലി നടക്കുന്നു. വിരുദ്ധങ്ങളായ സുഖ ദുഃഖ, മാന അപമാന, ലാഭ നഷ്ട, പുണ്യ പാപ ദ്വന്ദ്ങ്ങളിൽപ്പെട്ട് മനസ്സ് സദാ സംഘർഷഭരിതമാകുന്നു. ഇവിടെ യുദ്ധമുഖത്ത് അർജുനൻ്റെ മനസ്സും വികാരഭരിതവും ദുഃഖപൂരിതവുമാകുന്നു. ഇതി കർത്തവ്യഥാ മൂഢനാകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ മനസ്സിനെ ശാന്തമാക്കി സംഘർഷത്തെ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നു. ശ്രീകൃഷ്ണ അർജുന സംവാദമായിട്ടാണ് ഭഗവത്ഗീത അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഉപനിഷത്തുക്കളും സംവാദരൂപത്തിലാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത്. അർജുന വിഷാദയോഗം എന്ന 1-ാം അധ്യായത്തിൽ ഗീതോപദേശം ആവശ്യമാക്കി തീർത്ത സാഹചര്യങ്ങളും പശ്ചാത്തലവും വിവരിച്ചിരിക്കുന്നു. അധ്യായം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകങ്ങൾ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവത് ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണക പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ.
സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹദ് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമഭികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവഃ പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം കരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജനഷട്പദൈരകരക പീപീയമാനം മുദാ ഭൂയാദ് ഭാരതപങ്കജം കലിമലപ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കം ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഈ ധ്യാന ശ്ലോകങ്ങൾ രചിച്ചിട്ടുള്ളത് മധുസൂദന സരസ്വതികളാണ്. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗം. ഈ അധ്യായത്തിൽ അർജുനൻ്റെ വിഷാദാവസ്ഥയും ഗീതോപദേശം ആവശ്യമാക്കി തീർത്ത സാഹചര്യങ്ങളുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. കൗരവരുടെ അധാർമികമായ ചിന്തയും പ്രവൃത്തിയും ധൃതരാഷ്ട്രരുടെ അമിത പുത്രവാത്സല്യം കൊണ്ടുണ്ടാകുന്ന ധർമ്മഗതിയോടുള്ള വിമുഖതയുമാണല്ലോ മഹാഭാരത യുദ്ധത്തിന് കാരണം. കുരുക്ഷേത്ര യുദ്ധം കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ യോഗശക്തിയാൽ കാഴ്ച നൽകാമെന്ന് ജാത്യ അന്ധനായ ധൃതരാഷ്ട്രരോട് വേദവ്യാസ മഹർഷി പറഞ്ഞു. തനിക്ക് യുദ്ധം കാണാൻ താല്പര്യമില്ലെന്നും സംഭവങ്ങൾ വിവരിച്ചു കേട്ടാൽ മതിയെന്നും ധൃതരാഷ്ട്രർ മറുപടി നൽകി. തുടർന്ന് യുദ്ധക്കളത്തിൽ നടക്കുന്നതെല്ലാം കാണാനും കേൾക്കാനുമുള്ള കഴിവ് വ്യാസൻ ധൃതരാഷ്ട്രരുടെ മന്ത്രിയായ സഞ്ജയന് നൽകി. യുദ്ധം തുടങ്ങി. ഓരോ ദിവസവും ഇരുഭാഗത്തും ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. 10-ാം ദിവസം കൗരവപക്ഷത്തിൻ്റെ രക്ഷാപുരുഷനായ ഭീഷ്മർ അർജുനൻ്റെ ശരപ്രയോഗങ്ങളാൽ നിലംപതിച്ചു. സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ അടുക്കൽ പാഞ്ഞെത്തി ഈ ദുഃഖവാർത്ത അറിയിച്ചു. ഭീഷ്മർ നിലംപതിച്ച വിവരം അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ മോഹാലസ്യപ്പെട്ടു വീണു. അല്പസമയത്തിനുള്ളിൽ ബോധം തെളിഞ്ഞപ്പോൾ യുദ്ധക്കളത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം തുടക്കം മുതൽ വിശദമായി അറിയാൻ ധൃതരാഷ്ട്രർ
ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ ചോദിക്കുന്ന ഒരു ചോദ്യവും മറുപടിയായി സഞ്ജയൻ നൽകുന്ന വിവരണവുമാണ് ഭഗവത്ഗീത. നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവാ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി എത്തിച്ചേർന്ന എൻ്റെ ആളുകളും പാണ്ഡവരും ഹേ സഞ്ജയ എന്ത് ചെയ്തു എന്ന ധൃതരാഷ്ട്രരുടെ ചോദ്യത്തോടെ ഭഗവത്ഗീത സമാരംഭിക്കുന്നു. യുദ്ധഭൂമിയിൽ താൻ കണ്ടതും കേട്ടതുമായ സംഭവങ്ങളെ രണ്ടാമത്തെ ശ്ലോകം മുതൽ സഞ്ജയൻ വിവരിക്കുന്നു. ദുര്യോധനൻ അണിനിരന്നു നിന്ന പാണ്ഡവപ്പടയെ കണ്ടിട്ട് ഗുരുവായ ദ്രോണാചാര്യരോട് ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ ശിഷ്യനായ ദൃഷ്ടദ്യുമ്നാൽ വ്യൂഹം ചമച്ചു നിർത്തപ്പെട്ട പാണ്ഡവരുടെ മഹാസൈന്യത്തെ കണ്ടാലും. അടുത്ത 3 ശ്ലോകങ്ങളിൽ പാണ്ഡവ സൈന്യത്തിലെ പ്രമുഖ യോദ്ധാക്കളുടെയും മഹാരഥന്മാരുടെയും വിവരണമാണ്. ദുര്യോധനൻ ആചാര്യനോട് ഇങ്ങനെ പറഞ്ഞു: പാണ്ഡവ സൈന്യത്തിൽ ഭീമാർജുനന്മാർക്ക് തുല്യരായ അനേകം ശൂരന്മാരുണ്ട്. യുധാനൻ, വിരാടൻ, ദ്രുപദൻ, ദൃഷ്ടകേതു, പുരുജിത്, കുന്തിഭോജൻ, ശൈബ്യൻ, അഭിമന്യു, പാഞ്ചാലിപുത്രന്മാർ തുടങ്ങിയവരുണ്ട്. അടുത്തതായി കൗരവപക്ഷത്തെ പ്രമുഖ യോദ്ധാക്കളെപ്പറ്റി ആചാര്യനോട് പറയുന്നു. ഭവാനും ഭീഷ്മരും കർണനും കൃപരും അശ്വത്ഥാമാവും വികർണനും ജയദ്രഥനും എല്ലാം മഹാരഥന്മാരാണ്. കൂടാതെ എനിക്ക് വേണ്ടി പ്രാണൻ കളയാൻ വളരെയേറെ ശൂരന്മാരുമുണ്ട്. അവർ യുദ്ധനിപുണന്മാരുമാണ്. സർവ്വസൈന്യാധിപനായ ഭീഷ്മരെ എല്ലാ വ്യൂഹമാർഗങ്ങളിലും രക്ഷിക്കണമെന്ന് ദുര്യോധനൻ നിർദ്ദേശിക്കുന്നു. ഭീഷ്മരക്ഷിതമായ സൈന്യത്തെ അപേക്ഷിച്ച് ഭീമരക്ഷിതമായ പാണ്ഡവ സൈന്യം ചെറുതാണ്, പക്ഷേ സമർത്ഥമാണ്. കൗരവർക്ക് 11 അക്ഷൗഹിണിപ്പടയുള്ളപ്പോൾ പാണ്ഡവർക്ക് 7 അക്ഷൗഹിണിപ്പടയേ ഉള്ളൂ. ഭീഷ്മരും മറ്റെല്ലാ ആചാര്യന്മാരും കൗരവർക്കൊപ്പമാണ്. എന്നിട്ടും ദുര്യോധനൻ അസ്വസ്ഥനാകുന്നു. ദുര്യോധനൻ്റെ അധാർമികത മൂലമാണ് ഭയവും അസ്വസ്ഥതയും വാക്കുകളിൽ നിഴലിക്കുന്നത്. യഥോ ധർമ്മ തഥോ ജയ എന്നതാണല്ലോ മഹാഭാരത തത്വം തന്നെ. ഈ സമയം ദുര്യോധനനെ സംപ്രീതനാക്കാൻ ഭീഷ്മർ ഉച്ചത്തിൽ ശംഖ് വിളിച്ച് യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കി ആരംഭം കുറിച്ചു. അപ്പോൾ മറ്റു യോദ്ധാക്കളും പ്രത്യേക യുദ്ധകാഹളങ്ങൾ മുഴക്കി. ശംഖം, ഭേരി, പണവം, ആനകം, ഗോമുഖം തുടങ്ങിയ വാദ്യവിശേഷങ്ങളുടെ മുഴക്കം അവിടെ മാറ്റൊലിക്കൊണ്ടു. 14-ാമത്തെ ശ്ലോകം നോക്കാം. തതശ്വേതൈർഹയൈർയുക്തേ മഗധിസ്യന്തനേ സ്ഥിതൗ മാധവാ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതു. തദവസരത്തിൽ വെള്ളക്കുതിരകളെ പൂട്ടിയ മഹത്തായ രഥം നയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോടൊപ്പം തങ്ങളുടെ ശംഖുകൾ മുഴക്കി. ഭഗവാന്റെ ഈ രഥം നമ്മുടെ ദേഹമായി സങ്കല്പിക്കപ്പെടുന്നു. കുതിരകൾ പഞ്ചേന്ദ്രിയങ്ങളാണ്. മനസ്സാണ് കടിഞ്ഞാൻ, സാരഥി ശ്രീകൃഷ്ണ ഭഗവാൻ. സഞ്ചാരി ജീവാത്മാവിൻ്റെ പ്രതീകമായ പാർത്ഥനും. ഈ രഥകൽപ്പന കഠോപനിഷത്തിൽ വിവരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖും, അർജുനൻ ദേവദത്തം എന്ന ശംഖും, ഭീമൻ പൗണ്ഡ്രം എന്ന മഹാശംഖും മുഴക്കി. ഘോരമായ ആ ശബ്ദം ദുര്യോധന സൈന്യത്തിൻ്റെ ഹൃദയം തകർത്തു. യുദ്ധം ആരംഭിക്കേണ്ട സമയമായപ്പോൾ അർജുനൻ വില്ലുയർത്തി പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു:
സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. ഹേ കൃഷ്ണ, ഇരു സേനകളുടെയും മധ്യത്തിലായി എൻ്റെ തേര് നിർത്തിയാലും. ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നും ദുര്യോധനന് പ്രിയരായി യുദ്ധസന്നദ്ധരായി നിൽക്കുന്നത് ആരൊക്കെയെന്നും ഞാൻ കാണട്ടെ. കൃഷ്ണൻ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ രഥം നിർത്തി. അർജുന, ഒത്തുകൂടിയിരിക്കുന്ന ഈ കൗരവന്മാരെ കണ്ടാലും എന്ന് പറഞ്ഞു. ഇത്രയും വാക്കുകൾ മാത്രമേ ഒന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുള്ളൂ. അർജുനൻ ഇരു സേനകളിലുമുള്ള പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും മാതുലന്മാരെയും ഭ്രാതാക്കളെയും പുത്രന്മാരെയും പൗത്രന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു. യുദ്ധോത്സുകരായ എല്ലാ ബന്ധുക്കളെയും കണ്ടിട്ട് അർജുനൻ വിഷാദപരവശനായി ഹൃദയ ദൗർബല്യത്തോടെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു, വായ വരളുന്നു, ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു. 31-32 ശ്ലോകങ്ങൾ നോക്കാം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഘവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ഹേ കൃഷ്ണ, യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നിട്ട് ശ്രേയസ്സുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പല ദുർനിമിത്തങ്ങളും കാണുന്നു. രാജ്യമോ സുഖമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ദുര്യോധനാദികളെ കൊന്നിട്ട് എന്ത് സന്തോഷമാണുണ്ടാവുക? വധിക്കപ്പെടാൻ അർഹരാണെങ്കിലും ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് തന്നെ പാപം വന്നുകൂടും. സ്വജനങ്ങളെ കൊന്നിട്ട് എങ്ങനെയാണ് സുഖം അനുഭവിക്കാനായിട്ട് കഴിയുക? അർജുനൻ വീണ്ടും പറഞ്ഞു. കുലനാശം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ നല്ലവണ്ണം അറിയുന്ന ഞങ്ങൾ ഈ പാപത്തിൽ നിന്ന് പിന്മാറേണ്ടവരാണ്. ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ ആകമാനം അധർമ്മം ബാധിക്കുകയും ചെയ്യും. അധർമ്മത്തിൻ്റെ ബാധ കാരണമായി കുലസ്ത്രീകൾ ദുഷിച്ചു പോവുകയും വർണ്ണസങ്കരം സംഭവിക്കുകയും ചെയ്യും. പിതൃക്കൾ പിണ്ടോദകക്രിയകളില്ലാതെ അധപ്പതിക്കുന്നു. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ. അല്ലയോ കൃഷ്ണ, കുലധർമ്മങ്ങൾ നശിച്ച മനുഷ്യർക്ക് നിത്യനരകമാണ് ഫലം എന്ന് കേട്ടിരിക്കുന്നു. അർജുനൻ അവസാനം കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ആയുധപാണികളായ കൗരവർ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അതെനിക്ക് ക്ഷേമകരമായിരിക്കും. ഏവമുക്താർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശദ് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസ. യുദ്ധഭൂമിയിൽ വെച്ച് ചഞ്ചലമനസ്കനായ അർജുനൻ ഇപ്രകാരം പറഞ്ഞിട്ട് ദുഃഖാധിക്യത്താൽ അമ്പും വില്ലും താഴെയിട്ട് തേർത്തടത്തിൽ തളർന്നിരുന്നു. അർജുനൻ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നതല്ലാതെ ശ്രീകൃഷ്ണൻ ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. അർജുനൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന ഭാവത്തിൽ മൗനം ഭജിച്ചതേയുള്ളൂ. ബുദ്ധിപരവും മാനസികവുമായി തളർന്ന അർജുനന്റെ ഈ നില പരിതാപകരമത്രേ. വെല്ലുവിളിയെ സധൈര്യം നേരിട്ട് മുന്നേറേണ്ട സന്ദർഭത്തിൽ അർജുനൻ ഭീരുവെപ്പോലെ പിന്തിരിഞ്ഞോടുന്നു. ധർമ്മമേത് അധർമ്മമേത് എന്നറിയാതെ കുഴങ്ങുന്നു. ഹൃദയ ദൗർബല്യം സ്ഥൈര്യത്തെ ശിഥിലമാക്കുന്നു. ക്ഷത്രിയന്റെ അഥവാ നാം ഓരോരുത്തരുടെയും കർമ്മമാണ് ധർമ്മ സംരക്ഷണം. ഇവിടെ തൻ്റെ കർത്തവ്യത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്ന കാര്യം അർജുനൻ വിസ്മരിക്കുന്നു. യുദ്ധക്കളത്തിൽ സ്വജനങ്ങളെ കണ്ട് അർജുനൻ തളർന്നു പോകുന്നു. നമ്മളും അർജുനന്മാരാണ്.
അർജുനൻ്റെ ഈ അവസ്ഥ നമുക്കും വന്നു ചേരാറുണ്ട്. അർജുനൻ എക്കാലത്തുമുള്ള മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. തളരുന്ന ഘട്ടത്തിൽ ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയണം. സുഖവും ദുഃഖവും എല്ലാം ഭഗവാനോട് പങ്കുവയ്ക്കാം, ഭഗവാനോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ നമുക്ക് തീർച്ചയായും മാർഗനിർദ്ദേശം ലഭിക്കും. ഹൃദയ ദൗർബല്യത്തെ ത്യജിക്കാൻ കഴിയും. ഭയാശങ്കകളെ അകറ്റി നിർത്താൻ സാധിക്കും. 2-ാമത്തെ അധ്യായം മുതൽക്കാണ് ഭഗവാന്റെ ഗീതോപദേശം തുടങ്ങുന്നത്. അർജുനൻ്റെ മനസ്സിലെ ശോകമോഹങ്ങൾ അകറ്റി വെല്ലുവിളികളെ സധൈര്യം നേരിടാനും സ്വധർമ്മം നിഷ്കാമമായി ചെയ്യാനും അർജുനനെ പ്രാപ്തനാക്കുക എന്നതാണ് ഗീതോപദേശത്തിൻ്റെ ഉദ്ദേശ്യം. ഭഗവാൻ ഭക്തി, ജ്ഞാന, കർമ്മയോഗങ്ങളിലൂടെ അർജുനനെ പടിപടിയായി കർമ്മനിരതനാക്കുന്നത് നമുക്ക് കാണാം. യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ക്ഷാത്രധർമ്മ ഗ്രന്ഥമാണോ ഗീത എന്ന ഒരു ശങ്ക ചിലരിലെങ്കിലും ഉണ്ടായേക്കാം. എന്നാൽ യുദ്ധം എന്നതിനെ ഓരോരുത്തരുടെയും ജീവിതായോധനം എന്നാണ് അർത്ഥം. അലസത വെടിഞ്ഞ് എഴുന്നേറ്റ് ജീവിതായോധനത്തിന് സന്നദ്ധരാവുക എന്ന ആഹ്വാനമാണ് ഭഗവത്ഗീതയിൽ നാം മുഴങ്ങിക്കേൾക്കുന്നത്. എൻ്റെ ഈ വാക്കുകളെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത പ്രഥമോധ്യായഃ അർജുനവിഷാദയോഗഃ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവാ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീദ്. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമകദീം ചമോ വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാ. ദൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവാ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയാ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥാ. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. തസ്യ സംജനയൻ ഹർഷം കുരു വൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. തതഃ ശംഖാശ്ച ഭേര്യശ്ച
പണവാനകഗോമുഖാ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത് തതശ്വേതൈർഹയൈർയുക്തേ മഗധി സ്യന്ദനേ സ്ഥിതൗ മാധവാ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മദു പാഞ്ചജന്യം കൃഷീകേശ ദേവദത്തം ധനഞ്ജയാ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃകോദരാ അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരാ നകുലഃ സഖദേവശ്ച സുഘോഷമണിപുഷ്പഗൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥാ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വകീശ്ച പരാജിതാ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹോ ശംഖാൻ ദത്മോ പൃഥക് പൃഥക് സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥ്വീം ചൈവ തുമുലോ വ്യനുനാദയൻ അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജാ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവാ ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപദേ അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഖയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഖം യേദേത്ര സമാഗതാ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവാ സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂനിധി തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീദ് അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപദുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം സംസദേ ഹസ്താദ് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവാ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഘവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗസുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച
ആചാര്യ പിതരപുത്ര തഥൈവ ച പിതാമഹാ മാതുലാ ശ്വശുരാ പൗത്ര സ്യാലസംബന്ധിനസ്തഥാ ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഖേദോ കിം नु മഹീകൃതേ നിഖത്യധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാദതായിനക തസ്മാന്നാർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ യദ്യപ്യേതേന പശ്യന്തി ലോഭോപഗതചേതസാ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിः പാപാദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുത അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരാ സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുബ്ധപിണ്ഡോദകക്രിയാ ദോഷൈരേതൈ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമാ കുലധർമാശ്ച ശാശ്വതാ ഉത്സന്നകുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസ ഭവതീത്യനുശുശ്രുമാ അഹോബദമഹത്പാപം കർത്തം വ്യവസിതാ വയം യത് രാജസുഖലോഭേന ഹന്തം സ്വജനമുദ്യതാ യദി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യോ തന്മേ ക്ഷേമതരം ഭവേത് സഞ്ജയ ഉവാച ഏവമുക്ത്വാർജുനഃ സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസ ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ അർജുനവിഷാദയോഗോ നാമ പ്രഥമോऽധ്യായഃ.